Chapter 7 Cost of Production. Cost of production. Production is the transformation of input into output. The producer remunerates these factors in the form of wages, rent, interest and profit. Producer rent, wages, interest, profit ആയിട്ടാണ് remuneration കൊടുക്കുന്നത്. Payments made by the producer in the form of rent, wages, interest, profit forms cost of production. Producers കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. All expenses incurred by the producer on the production of a commodity is the cost of production. എല്ലാ എക്സ്പെൻസസും പ്രൊഡ്യൂസറിന് വരുന്ന എല്ലാ എക്സ്പെൻസസുമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയസ് ടൈപ്സ് ഓഫ് കോസ്റ്റ്. മണി കോസ്റ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഒന്ന് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, പിന്നെ റിയൽ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് രണ്ട് തരത്തിലുണ്ട്, മണി കോസ്റ്റും റിയൽ കോസ്റ്റും. മണി കോസ്റ്റ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. Money cost. It refers to the aggregate money expenditure incurred by the firm on various inputs entering into the production. അപ്പോൾ മണി കോസ്റ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് മണി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി ഫേം ഓൺ വേരിയസ് ഇൻപുട്സ് എൻറ്ററിങ് ഇൻ ടു ദ പ്രൊഡക്ഷൻ. മണി കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് explicit cost refers to the money expenditure that is recorded in the firm's account book by the accountant. It includes wages and salaries, expenditure on raw materials, interest paid on borrowed capital, rent paid for the use of land, depreciation charges, tax paid, expenditure made on transport, electricity, advertisement. അതായത് റെൻറ്റ്, വേജസും സാലറീസും റോ മെറ്റീരിയൽസിന് വേണ്ടിയുള്ള ചിലവ്, ബോറോ ചെയ്ത ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഡിപ്രീസിയേഷൻ ചാർജസ്, ടാക്സസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, അഡ്വർടൈസ്മെൻറ്റിനുള്ള കോസ്റ്റ്. ഇനി ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് certain items that ought to be included in the money cost. അതായത് വേജസ് ഫോർ ദി വർക്ക് പെർഫോംഡ് ബൈ ദി ഓൺട്രപ്രണർ പെർഫോം ചെയ്യുന്ന വർക്കിന് വേണ്ടിയുള്ള വേജസ്, പിന്നെ ഓൺട്രപ്രണർ സപ്ലൈ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണർ സ്വന്തമായിട്ട് ആയിരിക്കും, ചിലപ്പോൾ സ്വന്തം ബിൽഡിങ്ങിലായിരിക്കും, അപ്പോൾ അതിൻ്റെ റെൻറ്റ്, പിന്നെ നോർമൽ പ്രോഫിറ്റ് ഏൺ ബൈ ദി ഓൺട്രപ്രണർ. ഇതെല്ലാം ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ വരുന്നതാണ്. ഇനി റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് സബ്ജക്റ്റീവ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് trouble, turmoil and sacrifice involved in the production as real cost of production. റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു ഓൺട്രപ്രണർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർ എടുക്കുന്ന സാക്രിഫൈസ്, അത് സബ്ജക്റ്റീവ് കൺസെപ്റ്റാണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. റിയൽ ഇൻകം ഇൻക്ലൂഡ് ദ ഫോളോയിങ് ബേസിക് കോൺസെപ്റ്റ്: എക്സേർഷൻ ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ലേബർ, എല്ലാ തരത്തിലുള്ള ലേബർ, വെയിറ്റിംഗ് ആൻഡ് സാക്രിഫൈസ് റിക്വയർഡ് ഫോർ സേവിങ് ദ ക്യാപിറ്റൽ. വെയിറ്റിംഗ് ആൻഡ് സാക്രിഫൈസ് റിക്വയർഡ് ഫോർ സേവിങ് ദ ക്യാപിറ്റൽ. ദ റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആൻഡ് കനോട്ട് ബി മെഷേർഡ്. റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മെഷർ ചെയ്യാൻ പറ്റില്ല, സോ ഇറ്റ് ഈസ് നോട്ട് അപ്ലൈഡ് ഇൻ ദ ആക്ച്വൽ പ്രാക്ടീസ്. പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Private cost of production. Private cost of production refers to all those expenses that are included by the firm. Private cost of production എന്ന് പറയുന്നത് all expenses that are included by the firm producing a commodity. What is private cost of production? Private cost of production refers to all those expenses that are incurred by the firm producing a commodity. Social cost of production. Social cost of production refers to all those expenses that fall on the society during the course of producing a commodity. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ നിന്ന് പുക വലിക്കുന്നു, മറ്റേ ഒരു കുട്ടിയും രണ്ട് പ്രായമുള്ള ആളുകളും ആ പുക കൊണ്ട് ചുമയ്ക്കുന്നു. അപ്പോൾ ഈ പുകവലി ഒരു സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. മറ്റുള്ളവർ അതുകൊണ്ട് ശ്വാസം മുട്ടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫേമിന് വരുന്ന ചിലവും, സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് സൊസൈറ്റിക്ക് വരുന്ന എക്സ്പെൻസാണ്. ദി സോഷ്യൽ കോസ്റ്റ് ഹയർ ദാൻ പ്രൈവറ്റ് കോസ്റ്റ്. ഇൻ കേസ് ഓഫ് ഡ്രൈവിംഗ് എ കാർ, ദ പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് എക്സ്പെൻസ് ഓഫ് ഫ്യൂവൽ, ഡിപ്രീസിയേഷൻ ഓഫ് സ്പെയർ പാർട്സ്, എക്സെട്ര, ആൻഡ് സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകേർഡ്
includes expenses on construction and maintenance of road, bridges and air pollution caused by vehicle. അതായത് ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിലേക്ക് പെട്രോൾ ഒഴിക്കുക, ഡിപ്രീസിയേഷൻ, അതിൻ്റെ സർവീസ് ചെയ്യുക, സ്പെയർ പാർട്സ് വാങ്ങിക്കുക, ഇതൊക്കെ പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് എക്സ്പെൻസസ് ഓൺ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റോഡ്. സോഷ്യൽ കോസ്റ്റിൽ വരുന്നത് റോഡ് മെയിൻ്റനൻസ്, ബ്രിഡ്ജസ് ഉണ്ടാക്കൽ, എയർ പൊല്യൂഷൻ കോസ്റ്റ് ബൈ വെഹിക്കിൾ. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ എ കമോഡിറ്റി ഈസ് ദ amount of other goods that have to be given up in order to produce one additional unit of the commodity. Opportunity cost of production of a commodity എന്ന് പറയുന്നത് amount of other good that has to be given up. വേറൊരു ഗുഡ് പ്രൊഡക്ഷൻ മാറ്റിയിട്ടാണ് ഈ ഒരു ഗുഡ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, when a labor would get in one employment would depend on what he will get in other employment. When a rate of interest will be earned by the capital by one industry depend on what it will earn in other industry. Opportunity cost of production. ഇത് മുകളിലേക്ക് സെയിം തന്നെയാണ്. Opportunity cost of production for a commodity is the amount of other good that have to be given up in order to produce one additional unit of the commodity. ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫിക്സഡ് കോസ്റ്റും ഒന്ന് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും. ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദോസ് കോസ്റ്റ് ഓഫ് എ ഫേം ദാറ്റ് ഡു നോട്ട് വേരി വിത്ത് സൈസ് ഓഫ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റിന് മാറ്റം വരില്ല. ദേ ആർ സെയിം വെദർ ദി ഔട്ട്പുട്ട് ഇസ് സ്മോൾ ഓർ ലാർജ്. ഈവൻ വെൻ ഔട്ട്പുട്ട് ഇസ് സീറോ, ഫേം ഇൻകർ ഫിക്സഡ് കോസ്റ്റ്. അതായത് ഔട്ട്പുട്ട് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഔട്ട്പുട്ട് സീറോ ആണെങ്കിലും ഫേം ഇൻകർ ഫിക്സഡ് കോസ്റ്റ്. എക്സാമ്പിൾ ഓഫ് ഫിക്സഡ് കോസ്റ്റ്: സാലറീസ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, റെൻറ്റ് പെയ്ഡ് ഫോർ ദി യൂസ് ഓഫ് ലാൻഡ്, ഡിപ്രീസിയേഷൻ ചാർജസ്, ടാക്സസ് പെയ്ഡ് ടു ദി ഗവൺമെൻറ്, എക്സെട്ര. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റിന് മാറ്റം വരുന്നില്ല. സാലറി, ഇൻട്രസ്റ്റ് കൊടുക്കുക, കടം മേടിച്ചിരിക്കുന്ന തുകയ്ക്ക് ഇൻട്രസ്റ്റ്, കെട്ടിടത്തിൻ്റെ റെൻറ്റ്, ഡിപ്രീസിയേഷൻ ചാർജ്, ടാക്സ് കൊടുക്കുക, ഇതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൾസോ കോൾഡ് സപ്ലിമെൻ്ററി കോസ്റ്റ് ഓർ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഓഫ് എ ഫേം ദാറ്റ് വേരി വിത്ത് സൈസ് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫേമിൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ച് മാറ്റം വരും. They are increase when output increase and fall when the output fall. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൂടും, ഔട്ട്പുട്ട് കുറയുന്നതനുസരിച്ച് കുറയും. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് സീറോ ആയിരിക്കും. എക്സാമ്പിൾ ഓഫ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേജസ്, പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു റോ മെറ്റീരിയൽ, ഫ്യൂവൽ, ട്രാൻസ്പോർട്ടേഷൻ, എക്സെട്ര. അപ്പോൾ എക്സാമ്പിൾ ഓഫ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേജസ്, പേയ്മെൻറ്റ് മെയ്ഡ് ടു റോ മെറ്റീരിയൽ, ഫ്യൂവൽ, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ഡയറക്റ്റ് ഓർ പ്രൈം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾ ഇക്വേഷൻ: ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ സം ഓഫ് വേരിയബിൾ ഫാക്ടർ ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് പർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. Total cost of production never becomes zero since fixed cost exists even when the output is zero. ഇവിടെ total cost of production 0, 1, 2, 3, 4, 5, 6 total product, total fixed cost 100, 100, 100, total variable cost, total product കൂടുന്നതനുസരിച്ച് total variable cost മാറ്റം വരുന്നത്. total product 0 ആയിരിക്കുമ്പോൾ total variable cost 0 ആണ്. total product കൂടുമ്പോൾ variable cost മാറ്റം വരുന്നു. ഇനി total cost എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും total variable കോസ്റ്റും കൂടി കൂട്ടുന്നതാണ്. 100 പ്ലസ് 25 125, 100 പ്ലസ് 40 140, 100 പ്ലസ് 900 1000. ഓക്കെ, ഇനി ഈ ഡയഗ്രത്തിൻ്റെ ഓരോ കർവിൻ്റെ ഷേപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് കർവ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആക്സിസിൽ നിന്ന് തുടങ്ങുന്നു. ടോട്ടൽ കോസ്റ്റ് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ആ കർവിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഈ രണ്ട്
കർവിനും ടോട്ടൽ കോസ്റ്റ് കർവിനും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഒരു ഇൻവേഴ്സ് എസ് ഷേപ്പാണ്. ഇനി ടോട്ടൽ പ്രോഡക്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, അത് മുകളിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 2. 100 ഡിവൈഡ് ബൈ 2 50. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 40, അത് ഡിവൈഡ് ബൈ 2 20. ഇനി ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് രണ്ടും കൂടി കൂട്ടുന്നതാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ചാണ്. ഇപ്പോൾ 100 125 100 125 അത് തമ്മിലുള്ള ഡിഫറൻസ് 25. 140 മൈനസ് 125 15. 150 മൈനസ് 140 10. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയാണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസ് സിൻസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് താഴേക്ക് പിന്നെ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു, 0 ആകുന്നില്ല. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഇക്വേഷൻ ആവറേജ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, അതൊരു യു ഷേപ്പാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. It is observed that average variable cost decline initially up to a point when it become minimum and thereafter it start rising. The shape of average variable cost is U shape. Average cost of production. Total average cost of production or average cost is obtained by dividing total cost of production by output. അതായത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടുന്നതാണ്. അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ n ആണ്. ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ AC. The diagram, average cost is very high at first because fixed cost is distributed a few units of output. When more and more units of output are produced, the fixed cost spread over the an average variable cost average cost will be declining. If the output is increases beyond a limit, the average cost rises. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിൻ്റെ കർവും ഒരു യു ഷേപ്പ് കർവാണ്. അത് ടോട്ടൽ കോസ്റ്റിൽ യൂണിറ്റ് ചേഞ്ചിൽ വരുന്ന മാറ്റമാണ്. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസിങ് 1 more യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതിൻ്റെ ഇക്വേഷൻ TCn-1 ആണ്. ഇത് ബിഹേവിയർ ഓഫ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഇവിടെ ഔട്ട്പുട്ട് TC, AC, MC ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് കൂടി വരുന്നു. 30, 50, 60, 72, 85, 102, 26, 160 കൂടി വരുന്നു. ആവറേജ് കോസ്റ്റ് ആദ്യം ഇതെല്ലാം 30 നിൽക്കുന്നു, പിന്നെ ആവറേജ് കോസ്റ്റ് കുറയുന്നു. 25, 20, 18, 17, 17, 18 പിന്നെ ലാസ്റ്റ് കൂടുന്നു. മാർജിനൽ കോസ്റ്റ് 30. മാർജിനൽ കോസ്റ്റും ഇതേപോലെ തന്നെ ആദ്യം 30 നിൽക്കുന്നു, പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു. അപ്പോൾ ഇവിടെ 2 കർവും കാണാം. ആവറേജ് കോസ്റ്റ് താഴേക്ക് പോരുന്നു, അപ്പോൾ മാർജിനൽ കോസ്റ്റ് അതിൻ്റെ താഴെയാണ്. പിന്നെ മിനിമം പോയിന്റിലെ മാർജിനൽ കോസ്റ്റ് മുകളിലേക്ക് കട്ട് ചെയ്യുന്നു. ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റ് അതിൻ്റെ മുകളിൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ദി ബിഹേവിയർ ഓഫ് AC ആൻഡ് MC കർവ്. വെൻ AC ഈസ് ഫാളിങ് MC റിമെയിൻ ബിലോ. AC കുറയുമ്പോൾ MC അതിൻ്റെ താഴെയായിരിക്കും. When AC become constant, AC constant ആയിരിക്കുമ്പോൾ MC also equal. When AC start rising, AC കൂടുമ്പോൾ MC higher than it. MC curve always cut AC curve at their minimum point. MC curve AC കർവിൻ്റെ മിനിമം പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. മിനിമം പോയിന്റ് ഓഫ് MC ഓൾവേസ് കം ബിഫോർ ദി മിനിമം പോയിന്റ് ഓഫ് AC. MC കർവിൻ്റെ മിനിമം പോയിന്റ് എപ്പോഴും മിനിമം പോയിന്റ് ഓഫ് ACക്ക് മുമ്പായിരിക്കും. When MC is falling, AC cannot rise. ലോങ് റൺ കോസ്റ്റ് കർവ് ഇതൊരു കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കർവാണ്. കുറേ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകൾ ടാൻജൻ്റ് ആവുന്ന പോയിന്റ് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഇവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഫോർ ഓൾട്ടർനേറ്റ് സൈസ് പ്ലാന്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. In the long run, a firm can vary its scale of production and when it requires. ലോങ് റണ്ണിൽ ഫേമിന് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദസ് വേരിയബിൾ.
ഇവിടെ എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല. ഹിയർ വി ഫൈൻഡ് ദ ഫോളോയിങ് കർവ്: ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് കർവ്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. Both long run average cost curve and long run marginal cost curve are U-shaped. However, there are more flat than the short run cost curve. Revenue. The term revenue refers to the amount of money obtained by firm when its output is sold. അപ്പോൾ term revenue എന്ന് പറയുന്നത് is the amount of money obtained by a firm. Revenue. ഫേമിന് കിട്ടുന്ന റവന്യൂ ആണ്, അല്ലെങ്കിൽ സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് Q ഇൻറ്റു P ആണ്. ക്വാണ്ടിറ്റി സോൾഡും Q ഇസ് ദ ക്വാണ്ടിറ്റി സോൾഡ്, P ഇസ് ദ പ്രൈസ് പെർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് റവന്യൂ ഇസ് നോട്ട് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ റവന്യൂ. പ്രോഫിറ്റ് ഇസ് ഒബ്റ്റെയിൻ വെൻ വി ഡിഡക്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം റവന്യൂ. പ്രോഫിറ്റ് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് റവന്യൂ കുറച്ച് കഴിയുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ. ഇവിടെ ഔട്ട്പുട്ട് 1 2 3 4 5, പ്രൈസ് സെയിം ആയിട്ട് നിൽക്കുന്നു. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ്. 5 ഇൻറ്റു 2 10, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 4 20, 5 ഇൻറ്റു 5 25. ഇനി മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിൽ വരുന്ന മാറ്റമാണ്, അത് 5 ആയിട്ട് തന്നെ നിൽക്കുന്നു. ആവറേജ് റവന്യൂവിൻ്റെ ഇക്വേഷൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ N ആണ്. Average revenue and demand curve same ആണ്, because average revenue means per unit revenue received by the seller from the sale of the commodity. Average revenue and demand curve same ആണ്. അതിന് കാരണം ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് per unit revenue received by the seller from the sale of a commodity. ഡിമാൻഡിനനുസരിച്ചാണ് റവന്യൂ കിട്ടുന്നത്, അതുകൊണ്ടാണ് ആവറേജ് റവന്യൂ കർവ് ഡിമാൻഡ് കർവ് സെയിം ആണെന്ന് പറയുന്നത്. ഇനി മാർജിനൽ റവന്യൂ കർവ്. In the addition made to the total revenue by selling one additional unit of output. It is the addition made to the total revenue. Total revenue addition ആയിട്ട് കിട്ടുന്നതാണ്. It is the addition made to total revenue by selling one additional unit of output. അത് ടോട്ടൽ റവന്യൂവിൽ വരുന്ന മാറ്റമാണ് മാർജിനൽ റവന്യൂ. ഓക്കെ, താങ്ക് യു.